ഇനി അങ്ങോട്ട് പരീക്ഷാകാലമാണ്. പൊതുവെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒക്കെ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. നമുക്ക് ഈ പരീക്ഷാകാലത്ത് നമുക്ക് സ്ട്രെസ് കുറച്ച് നല്ല ഗ്രേഡ് വാങ്ങിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് നമുക്ക് സർക്കിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സർക്കിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക, അതിനകത്ത് 2 സർക്കിൾ വരയ്ക്കുക. ആ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കുകയും രണ്ടാമത്തെ സർക്കിള് വലുതായിട്ട് ഒരു ഔട്ടർ സർക്കിളായിട്ട്, അതായത് ഇന്നർ സർക്കിൾ ആൻഡ് ഔട്ടർ സർക്കിളായിട്ട് 2 സർക്കിൾ വരയ്ക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 1 നമ്മുടെ കൺട്രോളിലുള്ള കാര്യവും 2 നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യവുമായിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഇന്നർ സർക്കിളിലെ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുക. അതായത് എന്തു പഠിക്കണം, എത്ര പഠിക്കണം, എങ്ങനെ പഠിക്കണം, അത് വായിച്ചാണോ പഠിക്കേണ്ടത്, എഴുതിയാണോ പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്താണോ പഠിക്കേണ്ടത്, അതുപോലെ എത്ര റിവിഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അതെല്ലാം പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലുള്ളതായിരിക്കും. അതിന് പുറത്തെ ഔട്ടർ സർക്കിളിനകത്ത് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ. അതായത് പരീക്ഷ എത്ര പാടായിരിക്കും, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെയാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. സ്വാഭാവികമായി നമുക്ക് കൺട്രോൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഔട്ടർ സർക്കിൾ എഴുതിയ ഒരു സാധനത്തിന് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അകത്ത് എഴുതിയത്. അതിലേക്ക് എന്നിട്ട് നമ്മൾ പൂർണ്ണമായും ഫോക്കസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ ഔട്ടർ സർക്കിളിൽ എഴുതിയതിനെ നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഇംപ്രൂവ്മെന്റ് ഭയങ്കരമായി നടക്കുകയും നമുക്ക് നല്ല ഗ്രേഡുകൾ വാങ്ങാനും ശ്രമിക്കും. നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ.